ഹായ് ഹലോ ഫ്രണ്ട്സ്, ബുള്ളറ്റുമാനാണ്. ഞാനിപ്പോൾ ഉള്ളത് നെല്ലിക്കുത്ത് വെള്ളവങ്ങാട് AMLP സ്കൂളിലാണ് കേട്ടോ. ഇവിടെ ഒരു പായസം സ്കൂളിൽ പായസം കൊടുക്കേണ്ടതാണ് വന്നതാണ്. അതെന്തിനാ പായസം കൊടുക്കണമെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. കൽബിനകമേ കബ പണിതേ ഹജ്ല സദായ് നീം പതിനേ ഹിജ്റ പോയിടേ റൂഹ് പിടഞ്ഞേ കിബ്ല തിരിഞ്ഞേ കിബ്ര വെടിഞ്ഞേ പകലിരവുകളുടെ റബ്ബ് ഇഹ പരമിലും തുണ റബ്ബ് ഉടലിനുടയോൻ റബ്ബ് റബ്ബോടിന്നൻ ഹബ്ബ് പകലിരവുകളുടെ റബ്ബ് ഇഹ പരമിലും തുണ റബ്ബ് ഉടലിനുടയോൻ റബ്ബ് റബ്ബോടിന്നൻ ഹബ്ബ്. അപ്പോൾ ഇതാണ് നമ്മളെ ഷാഹിദ് മോൻ്റെ ഒരു പാട്ട് നിങ്ങൾ കേട്ടില്ലേ? ആ ഒരു പാട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട്, ഏകദേശം 15 ലക്ഷത്തോളം ആൾ 2 മീഡിയയിലായിട്ട് കണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉപ്പച്ചി സ്കൂളിലെ വെള്ളവങ്ങാട് AMLP സ്കൂളിലെ കുട്ടികൾക്കൊക്കെ അവിടെ പായസം കൊടുത്തതാണ്. ഏകദേശം 700ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഷാഹിദ് മോനെ ഹാപ്പി അല്ലേ? അപ്പോൾ ഒന്ന് പായസം കൊടുക്കണോ ഉപ്പച്ചി പറഞ്ഞിനോ? ഈ വയറിലായതൊക്കെ അറിഞ്ഞിക്കണോ? വയറിൽ ഇതിൻ്റെ മുന്നും വയറിലാണ് കേട്ടോ. സത്യത്തിൽ ഒരു ലഹരിൻ്റെ പാട്ടൊക്കെ പാടിയിട്ടും അതുപോലെ തന്നെ 1-2 പാട്ടൊക്കെ പാടിയിട്ട് ഇൻസ്റ്റയിലൊക്കെ വയറിലാണ്. പാണക്കാടൊക്കെ പോയി തങ്ങളടുത്തൊക്കെ പോയി പാട്ട് പാടിയിട്ടുണ്ടല്ലേ? ആ വൈറൽ പാട്ടൊന്ന് പാടി കൊടുത്തേ. നാട്ടിൽ സൗഹാർദ്ദം ആകെ തകർന്നുവല്ലോ, വീണ്ടും നന്മയുടെ നാളുകൾ പുലരുവാൻ നമുക്കൊന്നിച്ചു കൈകോർത്തു നീങ്ങിടാം. സൗഹാർദ്ദം തീർക്കും വിദ്യാലയത്തിൽ അക്രമമാകെ പെരുകിടുന്നു. നൊന്തു പ്രസവിച്ച പൊന്നുമ്മയെ സ്വന്തം മക്കൾ തന്നെ കൊല ചെയ്യുന്നു. സൗഹാർദ്ദം തീർക്കും വിദ്യാലയത്തിൽ അക്രമമാകെ പെരുകിടുന്നു. നൊന്തു പ്രസവിച്ച പൊന്നുമ്മയെ സ്വന്തം മക്കൾ തന്നെ കൊല ചെയ്യുന്നു. ലഹരി നാടിനും വീടിനും ശാപമാ, അതിൽ ആരും അടിമയായി പോവല്ലേ. വീണ്ടും നന്മയുടെ നാളുകൾ പുലരുവാൻ നമുക്കൊന്നിച്ചു കൈകോർത്തു നീങ്ങിടാം. നമുക്കൊന്നിച്ചു കൈകോർത്തു നീങ്ങിടാം. ഈ ഒരു പാട്ടിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ഒരു പാട്ട് എഴുതി കൊടുത്തത് അവൻ്റെ ഉപ്പച്ചി തന്നെയാണ് അല്ലേ? ഉപ്പ പാട്ട് പാടോ? ഇല്ല, പാടോ? പാടും ചെയ്യും, പാട്ട് എഴുതും ചെയ്യും അല്ലേ? ഉപ്പച്ചി നമ്മളെ കൂടെ ഉണ്ട്, നമ്മൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ 2ാം ക്ലാസ്സിൽ നിന്ന് 8 വയസ്സല്ലേ അപ്പം? അത് 9 വയസ്സ്. ഈ സ്കൂളിനും അതുപോലെ തന്നെ ഈ വെള്ളവങ്ങാടിൻ്റെ നാടിനൊക്കെ ഒരു അഭിമാനമാണ്. ഒരു പക്ഷേ ഇനി വെള്ളവങ്ങാട് ചിലപ്പോൾ നമ്മൾ ഷാഹിദിൻ്റെ മോൻ്റെ പേരിൽ അറിയപ്പെടട്ടെ എന്നുള്ളത് പ്രത്യാശിക്കുകയാണ് കേട്ടോ. കാരണം ഷാഹിദ് വെള്ളവങ്ങാട് നല്ല അറിയാമെന്നുള്ളത് നമുക്ക്. അയ്യോ, അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് സ്കൂളിൻ്റെ ടീച്ചേഴ്സും HM സ്കൂളിലെ എല്ലാവരും പൂർണ്ണ സപ്പോർട്ടാണ് കേട്ടോ. ഈ പാട്ട് നിങ്ങൾ 1-2 പാട്ട് കേട്ടു. ഒരുപാട് പാട്ടുകൾ ഷാഹിദ് പാടിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അല്ലേ? പിന്നെ ഞാൻ പറയാനുള്ളത്, ചെറിയ മക്കളാണ്, പോരായ്മകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. എത്രാം ക്ലാസ്സിനാണ് പാട്ട് തുടങ്ങിയത് ശരിക്ക്? UKG-ന്നോ? UKG-ന്ന് പാട്ട് തുടങ്ങിയിട്ടുണ്ടോ? വേറെ അനിയനും ഇല്ലേ പാട്ട് പാടുന്നേ? ഓൻ എൻ്റെ കൂടെ പാടലുണ്ടോ? ഓൻ്റെ പേരെന്താ? അനിയ പാടുണ്ട്. ഇവിടെ നിന്നാ വാ ഇത് വാ, മടിച്ചിക്കല്ലേ. ഇതാണ് അനിയന്. എത്ര മക്കളാ നിങ്ങൾ? 2 ആളോ? ഒരു താത്തയുണ്ടോ വേറെ? ഓളെത്രയില്ല? 6ാം ക്ലാസ്സിലോ? ഈ എത്രാം ക്ലാസ്സിലോ? 1-ലോ? ഈ പാട്ടൊക്കെ പാടൂലേ? എന്ത് പാട്ടാ പാടല്? വീഡിയോയിലൊക്കെ ഉണ്ടോ ഈ? അപ്പോൾ കുടുംബത്തിലെല്ലാവരും പാട്ടുകാരാണ് കേട്ടോ. ചിലപ്പോൾ ഉപ്പച്ചിൻ്റെ ഒരു ജീനിൽ നിന്ന് കിട്ടിയതായിരിക്കും ചിലപ്പോൾ. ഹാപ്പി അല്ലേ ഇപ്പോൾ? പായസം കൊടുത്തു, എല്ലാവർക്കും പായസം കൊടുത്തു അല്ലേ? സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും പായസം കൊടുത്തു. എല്ലാവരും ഹാപ്പിയാണ്.
വീഡിയോസ് നിങ്ങൾ കണ്ടു, പാട്ട് കേട്ടു. ഇനി ഏതൊരു പാട്ട് പാടി കൊടുക്കാമല്ലോ ഓഡിയൻസിന്, നമ്മൾ പ്രേക്ഷകർക്ക്? തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിണിയും നാട്, തെയ്യവും കഥകളി നാവർ പാടിയ നാടിത് കേരമരങ്ങൾ, താഴിക പൊൻകുടമേന്തി നിറനിന്നേ കണികളും പുലരെ തെളിയുഷ മലരെ മാമ്പവും മന്നവും തൂകി, കേരള മാമവ കേരള നാട്ടിൽ വാഴ്വിതേ. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരുന്ന നാട്, താരേളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട്. പുഞ്ചിരി ചുടിയിൽ നെഞ്ചിലു പിരിശം വഞ്ചന എന്തെന്നറിയില്ല, പലവിധ ജാതി പല മതമെന്ന വൈരികളാവാൻ നിന്നില്ല, പള്ളിയും അമ്പല മസ്ജിദ് തൊട്ടതിലാർക്കും എതിരില്ല, പരിമളം ഇപ്പൂങ്കാവിലരമ്മ പെറ്റൊരു മക്കൾ പൊരുതില്ല, മരതക മണിമല മധുമുഴയെടുകുല കുയിലായി വൈദ്യർ ചങ്കം പുഴയും പാടിയ ഈരടി കരളിൽ നിറയും, മലയാള മൊഴി നമുക്കതിർപ്പമിതാ മഹിയങ്ങുമ്പത്ത് മന പൊരുത്തമിതാ, മലരണിക്കാടുകൾ തിങ്ങിയ സ്ഥാനമിതാ. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരുന്ന നാട്, താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട്. കാക്ക വലിയ ഗായകനായി, നിജു എനിക്ക് വലിയ ഗായകനാകണ്ടേ? ഇങ്ങനെ ഷാഹിദ്, എന്താ എൻ്റെ പേര്? സുഫൈക്കോ? സുഫൈക്ക്, മാഷാ അല്ലാ. ഇനി നമ്മളെ സ്കൂളിൻ്റെ ടീച്ചേഴ്സ് അതുപോലെ തന്നെ അവൻ്റെ ക്ലാസ് ടീച്ചറൊക്കെ നമ്മളെ കൂടെ ഉണ്ട്, അവരോട് കേൾക്കട്ടോ. ഷാഹിദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനമാണ്. നാടിന് അഭിമാനമാവുന്നതോടൊപ്പം തന്നെ ഒരു വിദ്യാലയത്തിന് അഭിമാനമായിക്കൊണ്ടിരിക്കുകയാണ്. 2ാം ക്ലാസ്സുകാരനാണെങ്കിലും അവൻ എന്തൊരു കാര്യം, പാട്ടിൻ്റെ കാര്യം മാത്രമല്ല പഠന കാര്യത്തിലും ഏതൊരു കാര്യത്തിനും മുന്നിലേക്കാണ്. ഞങ്ങൾ അവൻ്റെ അധ്യാപകരായതിൽ അഭിമാനിക്കുകയാണ്. ഞങ്ങളുടെ സ്കൂളും ഞങ്ങളുടെ നാടും ഒരു പക്ഷേ അറിയപ്പെടുന്നത് ഇനി ഷാഹിദിലൂടെ ആവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ വിദ്യാലയത്തിൻ്റെ പ്രധാനാധ്യാപിക എന്ന നിലയിൽ ഷാഹിദിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ പ്രാർത്ഥനയും ഈ കുഞ്ഞുമോന് ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ വകയായി ഉണ്ടായിരിക്കും, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്നുകൂടി അറിയിക്കും. അതുപോലെ ഈ ഒരു പിന്നെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കാണാൻ ഇടയാവുകയാണെങ്കിൽ, നിങ്ങൾ ടീച്ചറാണല്ലേ, 25 വർഷത്തെ ഈ ഒരു നാടിൻ്റെ സ്പന്ദനം അറിയുന്ന നിങ്ങൾ ഓരോരുത്തരും അറിയുന്ന ടീച്ചറാണ്. ആ ഒരു അഭിമാനം കൂടി ഞാൻ 25ാം വർഷത്തിൽ അതുകൂടി ഒരു എന്താ പറയുക ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ് മാഷ് പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ഉസ്മാ പൈസി. എത്ര ഇവിടെ? ഞാനിവിടെ ആദ്യത്തെ വർഷമാണ്. 5 വർഷമായി? ആദ്യത്തെ വർഷമാണ്, 1ാം വർഷമാണ്. എൻ്റെ ക്ലാസ്സിലാണ് ഷാഹിദ് മോൻ പഠിക്കുന്നത്. എൻ്റെ മുഖം പറയുന്നത് പോലെ തന്നെ ആളൊരു വിനയാന്വിതനാണ്. പഠന പാഠ്യേതര മേഖലകളിലൊക്കെ നല്ല കഴിവുള്ള കുട്ടിയാണ്. ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവൻ്റെ ഈ വിജയങ്ങൾക്കൊക്കെ പിന്നിൽ നല്ലോണം കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവായ സിറാജ് എന്ന സഹോദരനാണ്. അത് ഇവൻ എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സുമായിട്ടൊക്കെ നല്ല കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നല്ല സപ്പോർട്ടാണ്, നല്ല പൂർണ്ണ സപ്പോർട്ടോടെയാണ് സിറാജൊക്കെ അദ്ദേഹത്തെ കൊണ്ടെടുക്കുന്നത്. മനസ്സിലായി. കാരണം ഇവിടെ ഒരു പായസം എന്താ പറയാ, പിന്നെ ഒരു ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ സ്കൂൾ അത്രക്കും സപ്പോർട്ട് ചെയ്യേണ്ടതാണല്ലേ എൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും. 700ഓളം കുട്ടികളല്ലേ സ്കൂളിൽ അല്ലേ? ഓക്കെ. ഷാഹിദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കലാമേളകളിൽ മികച്ച ഒരു നേട്ടം കൈവരിച്ചൊരു കുട്ടിയാണ് നമ്മൾ ഷാഹിദ്. മാപ്പിളപ്പാട്ടിലാണ് ആദ്യം മുന്നോട്ട് വന്നതെങ്കിൽ കൂടിയിട്ട് അവന് ലളിതഗാനം, അതേപോലെ തന്നെ സംഘഗാനം, ദേശഭക്തിഗാനം പോലെയുള്ള മത്സരങ്ങളിലും അറബി കലാമേള ഇനങ്ങളിലും ഒക്കെ പങ്കെടുപ്പിച്ചപ്പോൾ അവൻ്റെ കഴിവ് അവന് തെളിയിക്കാൻ കഴിഞ്ഞു. മാപ്പിളപ്പാട്ടിൽ മാത്രമല്ല മറ്റ് സംഗതികളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പാട്ട് പാടാനുള്ള കഴിവ് അവനുണ്ട് എന്നുള്ളത്
അവനിപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. 2ാം ക്ലാസ്സുകാരന് ഇപ്പോൾ ലളിതഗാനത്തിൽ ഇപ്പോൾ സെക്കൻഡാണ് ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ അവന് നേടിയെടുത്തത്. അതേപോലെ തന്നെ നമ്മുടെ ദേശഭക്തി ഗാനം അതുപോലുള്ള മത്സരങ്ങളിലൊക്കെ നല്ല രീതിയിൽ മികവ് തെളിയിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതേപോലെ ഷാഹിദിൻ്റെ ഉപ്പാൻ്റെ ഒരു പിന്തുണ അവൻ്റെ കൂടെ നല്ലോണം ഉണ്ട്, കുടുംബത്തിൻ്റെയും അത് അവനിൽ കാണാനുമുണ്ട്. ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താ ഈ ഒരു അവസരത്തിൽ ഉപ്പാക്ക് പറയാനുള്ള എന്താ? നല്ല സന്തോഷം നിറഞ്ഞൊരു സമയത്താണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ പിന്നെ കലോത്സവത്തിൽ പഞ്ചായത്ത് തലത്തിൽ 4 ഐറ്റത്തിൽ സബ് ജില്ലയ്ക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് ഒരു ഗാനം ആലപിച്ചാണ്ട് വീഡിയോ ഇട്ടത്. അത് 8 ലക്ഷത്തിൻ്റെ മേലെ ആളുകൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിൽ 7 ലക്ഷത്തോളം ആളുകൾ അങ്ങനെ കണ്ടു. അത് ഷാഹിദിൻ്റെ പേജിൽ തന്നെയാണെന്നുള്ളിൽ പ്രത്യേക സന്തോഷം അതുണ്ട്. പ്രത്യേകം എടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ സ്കൂൾ വേറെ ലെവലാണ്. ഇവിടെ നിന്നാണ് അവൻ്റെ തുടക്കം. ഇവിടെ UKG പഠിക്കുന്ന സമയത്താണ് ഫസീല ടീച്ചറാണ് അവൻ്റെ പാട്ടിൻ്റെ കഴിവ് കണ്ടെത്തിയത്, ഇവിടെ സ്കൂളിലെ ടീച്ചർ. പിന്നീട് 1ാം ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ വർഷം പിന്നെ കലോത്സവത്തിൽ പങ്കെടുത്ത് സബ് ജില്ലയിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ വൈറലായപ്പോൾ ചെറിയ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോഴും തന്നെ പിന്നെ ആളുകളുടെ കയ്യിൽ നല്ല സപ്പോർട്ടുകൾ, അത് സപ്പോർട്ടാണല്ലോ പൊതുവെ ഒരു കയ്യടി വരെ സപ്പോർട്ടാണ്. അതൊരു നമുക്ക് ഊർജ്ജം കിട്ടുന്ന സംഗതിയാണത്. അപ്പോൾ ആ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഓൻ്റെ ഉയർച്ച. തുടർന്നും നമ്മളെ ആളുകളെ എല്ലാവരെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകണമെന്ന് ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ട്. പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ സ്പോർട്സ് ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും ഇന്ന് പിന്നെ ഒരുപാട് പാണ്ടിക്കാട് പഞ്ചായത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് വെള്ളമങ്ങാട് MLP സ്കൂള്. അപ്പോൾ അതിൽ നമ്മളൊക്കെ പഠിച്ച സ്കൂള് ആണെന്നുള്ളൊരു അഭിമാനം, ഓനതിൽ പഠിക്കാൻ കഴിഞ്ഞല്ലോ ഒരു അഭിമാനം നമുക്കുണ്ട്. തുടർന്നും ആ പിന്തുണയും സപ്പോർട്ടും നിലനിൽക്കട്ടെ, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഷാഹിദ് മോൻ്റെ ടീച്ചേഴ്സ്, HM, അതുപോലെ തന്നെ ഉപ്പ, ക്ലാസ് ടീച്ചർ എല്ലാവരും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടു. കുളങ്ങാട് സ്കൂളിന് ഒരു അഭിമാന താരമായി മാറട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ്, ആശംസിക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇനി വേണ്ടത്, ചെറിയ മോനാണ്, 2ാം ക്ലാസ്സിലാണ്, ഇനി ഒരുപാട് വിവരങ്ങളിലെത്തണമെങ്കിൽ പ്രേക്ഷകരായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളെ സപ്പോർട്ട്, നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ. ഒന്ന് ഹായ് പറയും.